തോമസ് ഊട്ടി ബ്രദർ UK-യിൽ ശുശ്രൂഷിക്കുന്നു. മദർവെൽ, ഗ്ലാസ്ഗോ, ജൂൺ 14 ഞായർ. തോമസ് ഊട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. തോമസ് ഊട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ് ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെന്റർ, എൽമോണ്ട്, ക്യൂൻസ്. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ. അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഈ ശുശ്രൂഷ അനേകരുടെ വിടുതലായിത്തീരും. കാരണം ഇത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ നടന്ന ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് എങ്ങനെ ചുവടുവെക്കാം. ആ ശുശ്രൂഷയിൽ ഞാൻ ശുശ്രൂഷിക്കുന്നതുകൊണ്ടല്ല, ശുശ്രൂഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ വചനം മാനവജാതിയുടെ വിടുതലിനുള്ളതാണ്. ഇന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെ അനുഗ്രഹത്തിനും വിടുതലിനും ഉയർച്ചയ്ക്കും സമാധാനത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്ത് നമുക്കായി ഒരുക്കപ്പെടുന്ന നിത്യഭവനത്തിൽ അവിടം വരെ നമ്മളെ എത്തിക്കാൻ അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. ആകയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഉറക്കെ പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വേറൊരു വേദഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ വേദഭാഗം വായിച്ചു. 1 പത്രോസ് 3:9 വായിച്ചു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കാൻ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. നമ്മൾ അപ്പോസ്തലന്മാരുടെ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞ പലതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ പലരും പ്രാർത്ഥിച്ചത്, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചാൽ എന്നെ അനുഗ്രഹിക്കണേ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മണ്ഡലത്തിലെ പല പ്രാർത്ഥനകളും അനുഗ്രഹിക്കണേ 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 എന്നാണ്. എന്നാൽ നിങ്ങൾ അപ്പോസ്തോലിക വേദഭാഗങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി, അനുഗ്രഹിക്കണേ എന്ന് അവരൊരിടത്തും പറഞ്ഞിട്ടില്ല, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവാനുഗ്രഹം. മാനവജാതിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വെച്ചു, അതത്ര യേശു. അവനൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദേവനല്ല, മറിച്ച് മാനവജാതിക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം ഒരു വ്യക്തി രൂപത്തിലിവിടെ വന്നു, അതത്ര ക്രിസ്തു. ആ അനുഗ്രഹം, യേശുവാകുന്ന അനുഗ്രഹം ഒരു വ്യക്തിയിൽ വന്നോടെ അയാൾ അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പത്രോസ് പറയാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കാൻ നിങ്ങൾ അനുഗ്രഹിപ്പീൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട വചനങ്ങളിൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിലും ആ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മളിൽ തന്നെ ചില കാര്യങ്ങൾ വരാം. നമ്മളിങ്ങനെ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാം, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനെ കുറിച്ച് കർത്താവ് വേറൊരിക്കലും ഇങ്ങനെ പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കള്ളന് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ ഇടം കൊടുത്താൽ എന്ത് പറ്റും? നിങ്ങൾ പറഞ്ഞാട്ട്. അവൻ വിലപ്പെട്ടതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ പിശാചിനിടം കൊടുക്കുക. രക്ഷിക്കപ്പെട്ടവരാ, വിശ്വാസികളാ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാ. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, കോപം വെച്ചുകൊണ്ട് ഞാനതിനെ അത് വിട്ടുകളയാതിരിക്കുമ്പോൾ ഞാൻ തന്നെ സാത്താൻ ഇടം കൊടുക്കുക. ആ കള്ളൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ നന്മകളെ മോഷ്ടിക്കും. 1-2 പേർ പറഞ്ഞ്, വാസ്തവത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ,
പക്ഷേ അനുഗ്രഹത്തെ കാർന്ന് തിന്നുന്ന ശക്തിയെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിൻ്റെ അകത്ത് വന്ന് കണ്ടോ, അയാൾ നിന്നോട് പറഞ്ഞു കേട്ടില്ലേ, എന്നാലും ആ കൂട്ടുവിശ്വാസി നിന്നെ കണ്ടിട്ട് ചിരിച്ചില്ല. സാത്താൻ എന്ത് ചെയ്യുന്നറിയോ, പുറകിലിരുന്ന് എന്നെ ഇങ്ങനെ ചൂട് എരിവ് കയറ്റും. അത് കേട്ട് എൻ്റെ മുഖമെല്ലാം വീർത്താ ഞാൻ നടക്കുന്നത്. ഇതിൻ്റെ പ്രയാസം എനിക്കേ വരത്തുള്ളൂ, വേറൊരാൾക്ക് വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. എന്തിനോട് എതിർക്കണം? എൻ്റെ മനസ്സിലവൻ ചിന്തകൾ കൊണ്ടുവരും. കണ്ടോ നിന്നെ ഇങ്ങനെ ചെയ്തില്ലേ, ഉടനെ നമ്മൾ പറയണം ആ ആളെന്തോ ചെയ്താൽ എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ കർത്താവ് എനിക്ക് മതിയായവന്. ആമേൻ. നമ്മൾ വായിക്കുന്നു, യേശുവിൻ്റെ അടുക്കൽ പോലും സാത്താൻ ചില വാക്കുകളുമായിട്ട് ചെന്നപ്പോൾ കർത്താവ് തൻ്റെ ദൈവവചനം കൊണ്ട് അവനോട് എന്ത് ചെയ്തു? എതിർത്ത് നിന്നു. പ്രൈസലോ. നമ്മുടെ അകത്ത് കയ്പ് കൊണ്ടുവരുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം പറയുന്ന വചനം പിശാചിനോട് അങ്ങ് പറഞ്ഞേച്ചാൽ മതി, ഞാൻ ആ കയ്പ് വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇത് പറഞ്ഞ് നിനക്ക് എൻ്റെ അകത്ത് കയറാനല്ലേ, എൻ്റെ അകത്ത് കയറിയിരുന്ന് എന്നെ കാർന്ന് തിന്നാനല്ലേ, അതുകൊണ്ട് അത് ഞാൻ അനുവദിക്കത്തില്ല. എനിക്ക് ആരോടും ഭാരമില്ല, ഞാനത് ക്ഷമിച്ചിരിക്കുക. സാത്താനെ എന്നെ വിട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ സാത്താൻ വാലും ചുരുട്ടി ഓടും. അവന് നിൻ്റെ മേൽ നിൽക്കാനൊക്കത്തില്ല, നന്മകൾ അപഹരിക്കാനൊക്കത്തില്ല. കരങ്ങൾ തട്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പത്രോസും പൗലൂസും ഒക്കെ പറയുമ്പോൾ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയിൽ, ലൈംഗിക പാപത്തിൽ ജീവിക്കുന്നവർ, അതുപോലെ കയ്പും കുറ്റാരവും ക്രോധവും എന്ന് വേണ്ട വിഗ്രഹാരാധന, അത്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം, സ്വയത്തെ ഉയർത്തുന്ന അതൊക്കെ ഒരു വിഗ്രഹാരാധനയോടെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ എന്തിനെയൊക്കെ വെച്ചാൽ അത് നമ്മൾ ചെയ്താൽ ദൈവരാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാ, പക്ഷെ ഞാൻ തന്നെ എൻ്റെ അറിവ് കേടുകൊണ്ട് എൻ്റെ അനുഗ്രഹത്തെ ഞാൻ തന്നെ തടയുക. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ പല കാര്യങ്ങൾ കേട്ടു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? നമ്മുടെ ആരുടെയും നന്മ കൊണ്ടല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പന അനുഷ്ഠിച്ചത്, ഞാൻ ആരെയും വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ മോഹിക്കുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, 10 കൽപ്പനകളിൽ 3 എണ്ണം ഞാൻ ആചരിച്ചിട്ടുണ്ട്, ഞാൻ നല്ലവനാണെന്നും പറഞ്ഞ്. എന്നാൽ ദൈവം പറയും ബാക്കി ഒരു 7 എണ്ണവും 600-ൽ പരം ഉപകൽപ്പനയുണ്ട്, അത് മുഴുവൻ നീ പാലിച്ചോ എന്ന് ചോദിക്കും. അതാണ് വചനം പറഞ്ഞത്. ന്യായപ്രമാണത്തിലേക്ക്, എൻ്റെ സ്വന്തം നീതിയിലേക്ക് ഞാൻ കുറച്ച് നല്ലതാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ ദൈവം പറയും അങ്ങനെയാണ് നീ മൊത്തം നല്ലതായിട്ട് വരാൻ പറയും. അതാരെ കൊണ്ട് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ പ്രമാണങ്ങളിൽ ഒന്നും അനുഷ്ഠിക്കാൻ എനിക്ക് കഴിവില്ല, എനിക്ക് തെറ്റുള്ള വ്യക്തിയാണ്, ഞാൻ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരനുഗ്രഹത്തിൻ്റെ കീഴില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാണ് ഗലാത്യ ലേഖനം പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ശാപത്തിന് കീഴാകുന്നു. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു 3-ാം അധ്യായത്തിൽ. വീണ്ടും ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഗലാത്യ സഭയെ പരിച്ഛേദന ചെയ്യണം. ന്യായപ്രമാണത്തിലെ ചട്ടങ്ങളും കൽപ്പനകളും വീണ്ടും ആചരിക്കണം. എങ്കിലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ. ചുമ്മാ വിശ്വസിച്ചാലൊന്നും പോരാ, കൈകൊട്ടി പാടിയാൽ പോരാ, നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരറിയാതെ ഓർത്തു, ഈ പ്രമാണങ്ങളും കൂടെ അനുഷ്ഠിച്ചാലേ ദൈവം ഞങ്ങളെ രക്ഷിക്കത്തുള്ളൂ. ഉടനെ പൗലോസ് ചോദിക്കുക, നിങ്ങൾ ഈ പ്രമാണമൊന്നും അനുഷ്ഠിച്ചിട്ടല്ലല്ലോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. യേശുവിനെ വിശ്വസിച്ച നിമിഷം പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ? ഹല്ലേലൂയ. അവൻ്റെ കൃപയിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ ശാപം മാറിപ്പോയി. എന്നാൽ വീണ്ടും എൻ്റെ നന്മയാ, ഞാൻ ന്യായപ്രമാണം അനുഷ്ഠിച്ചിട്ടാന്ന് പറഞ്ഞാൽ ഗലാത്യ ലേഖനം പറഞ്ഞു, അങ്ങനെ നീ പറയുന്നെങ്കിൽ പ്രമാണങ്ങൾ മുഴുവൻ നീ അനുഷ്ഠിക്കേണ്ടി വരും. അതാണ് യാക്കോബിൻ്റെ ലേഖനം പറയുന്നത്, ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. പ്രൈസ് ദി ലോർഡ്. 100% എൻ്റെ ജീവിതം കറക്റ്റാണെന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. ആരുമില്ല. ഇനി ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒന്ന് കട്ടാക്കൊള്ളായിരുന്നു, നിങ്ങളെ ഒന്ന് ചില്ലിട്ട് വെക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല, കുറവ് തീർന്ന ആരുമില്ല. ആരേലും പറയും എൻ്റെ നന്മ കൊണ്ട് അവിടെ ചെല്ലാമെന്ന് പറയുന്നെങ്കിൽ ആരെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നമ്മുടെ ഈ കഴിവുകേട് കണ്ടപ്പോൾ ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി. ഉറക്കെ പറഞ്ഞേ. ഇവിടെ ഈ ക്രിമിനലുകളെ നോക്കി, അവരിൽ ആരും അവർക്ക് ക്രിമിനൽ ആകണമെന്നില്ലായിരുന്നു, കള്ളനാകണമെന്നില്ലായിരുന്നു, കൊള്ളക്കാരനാകണമെന്നില്ലായിരുന്നു. ഡോക്ടറാൻ ആഗ്രഹിച്ചവർ നല്ല വഴി ജീവിക്കാൻ ആഗ്രഹിച്ചു, എവിടെയൊക്കെയോ തെറ്റിപ്പോയി അല്ലേ? പൗലൂസ് പറയാണ്, ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളൊരു വ്യക്തിയുടെ അവസ്ഥ പറയുക,
തിന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, നന്മ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അറിയാതെ ഞാൻ തിന്മ ചെയ്തു പോകുന്നു. കാരണം എൻ്റെ ആഗ്രഹത്തിനപ്പുറം എന്നെ പിടിച്ചു വലിക്കുന്നൊരു പാപശക്തി എൻ്റെ അകത്തുണ്ട്. കുടിക്കണ്ടെന്നും പറഞ്ഞ ഭാര്യയുടെ തലയെ കൈവച്ച് കുഞ്ഞുങ്ങളോട് സത്യം ചെയ്തിട്ട് ഇറങ്ങുന്ന വ്യക്തി എങ്ങനെയോ വൈകിട്ട് BAR ബാർ എന്ന 3 അക്ഷരം തിളങ്ങിക്കാണുമ്പോൾ വീട്ടിലോട്ട് വിട്ട വണ്ടിയുടെ സ്റ്റിയറിങ് ഇടത്തോട്ടങ്ങ് തിരിഞ്ഞു പോവുക. അയാൾ മനഃപൂർവ്വമാണോ? പൈസ കളയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യനൊരു ബലഹീനതയുണ്ട്. ബലഹീനതയുള്ളവനോട് ദൈവത്തിന് തോന്നുന്ന വികാരമാണ് കൃപ. ഉറക്കെ പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞേ, സ്തോത്രം. അതിന് പകരം ഞാൻ മറ്റുള്ള സഭയിലുള്ളവരെക്കാളൊക്കെ മെച്ചമാണെന്ന് പറഞ്ഞാൽ കൃപ അതോടെ കട്ടാവും. എന്നാൽ പിന്നെ നീ അങ്ങ് ജീവിച്ചോളാൻ പറയും. ഇവിടെ എത്ര പേര് പറയും എനിക്ക് കൃപ മതിയെന്ന് പറയുന്നവരൊന്ന് കര ഉയർത്തിപ്പിടിച്ച്, എനിക്കത് മതി കേട്ടോ, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ കൃപയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്തോത്രം. അതാണ് ഗലാത്യ സഭയുടെ പറയുന്നത്. കൃപയിൽ ദൈവം നിങ്ങളെ വിളിച്ച വെളിയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞത് എങ്ങനെ? നിങ്ങളുടെ നന്മ കൊണ്ടാന്ന് പറയാം. അതിൻ്റെ അർത്ഥം നന്മ വേണ്ടെന്നല്ല. ഈ കൃപയിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവെന്ന സഹായിയെ തരും. നമ്മൾ കാല് വികലാംഗന മേലാതെ അവിടെ ചെന്ന് എന്നെക്കൊണ്ട് പറ്റുന്നില്ല നടക്കാനെന്ന് പറഞ്ഞാൽ നിനക്കൊരു സഹായിയെ തരും. ആ സഹായിയുടെ പേര് പറയാമോ? ഒരു ഊന്നുവടി തരും. ഇപ്പം നേരെ നടക്കാം. അതാ പരിശുദ്ധാത്മ. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്നപ്പം പലരും പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവിനെ കിട്ടണേ ഉണ്ടല്ലോ, കുറവെല്ലാം തീർന്ന് നല്ല വിശുദ്ധ പാത്രത്തിലെ പാല് പകരത്തുള്ളൂ. പക്ഷേ റോമാലേഖനം വായിച്ചപ്പോൾ അവിടെ കിട്ടിയേ സ്തോത്രം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ, പെർഫെക്റ്റ് ആൾക്കാർക്ക് കൊടുക്കുന്നതല്ല, ബലഹീനർക്ക് കൊടുക്കുന്ന. നടക്കുമ്പം വീഴുമെന്ന് തോന്നുന്നവർ വല്ലവരും ഇവിടെ ഉണ്ടോ? സ്വന്തമായിട്ട് നടന്നാൽ വീഴുമെന്ന് തോന്നുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അതെ, ആത്മീയ നടപ്പിൽ എനിക്ക് സ്വയമായിട്ട് നടക്കാനൊക്കത്തില്ല, എനിക്ക് പാപ സാഹചര്യങ്ങളുണ്ട്, വീണു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞവരൊന്ന് കര ഉയർത്തിപ്പിടിച്ചേ. അവരോർക്കുള്ളതാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ചോദിക്കട്ടെ, നല്ലൊരു ജിംനേഷ്യത്തിൻ്റെ പരസ്യത്തിൽ നല്ല തടിമിടുക്കനായി നല്ല ഒരു ബോഡി ബിൽഡറെ കണ്ടാൽ അയാൾക്കാരിലും വടി കൊടുക്കുമോ? ഇല്ല. ഒന്ന് കൈയെടുത്ത് പറഞ്ഞേ, അങ്ങനെ യേശുവിൻ്റെ അടുക്ക ചെല്ലരുത്. ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്, ഞാനൊക്കെ എൻ്റെ ഉപവാസം കൊണ്ടൊക്കെ ഞാൻ നിന്നോളാം. ഞാൻ ഇതുവരെ കുഴപ്പത്തിലൊന്നും വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട ശേഷം എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല. ഞാൻ നല്ല സ്തോത്രം. ഒന്ന് കൈയെടുത്ത് പറഞ്ഞാൽ നിനക്ക് വടിയുടെ ആവശ്യമില്ല, തന്നെ നിൽക്കാൻ അറിയാമല്ലോ, പിന്നെ കൃപ കിട്ടത്തില്ല. എത്ര പേര് പറയും കൃപ മതിയെന്ന്? കൃപ മതിയേ, കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. ഓ കൃപ മതിയേ, കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. മറക്കരുത്, നമ്മുടെ മിഷൻ മാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്ലാൻ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീട്ടിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ആലോചിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ഈ TV പ്രോഗ്രാമിന് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ചില കുടുംബങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ക്യാമറ നമുക്ക് വേണ്ടി വാങ്ങിത്തരും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി കൊടുക്കാൻ ചിലപ്പം ഒരു ചെറിയ തുകയായിരിക്കും. അതല്ലെങ്കിൽ ഒരു ക്യാമറ മുഴുവനായി കൊടുക്കാനായിരിക്കും. എന്താണോ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം ചേരുമ്പോഴാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. വീണ്ടും ഓർപ്പിക്കട്ടെ, അനേകർ ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാമിലൂടെ അനേക കുടുംബങ്ങൾ വിടുതലായി, ആത്മഹത്യയിൽ നിന്ന് വിടുതലായി, അത്ഭുതങ്ങളിലേക്ക് നടന്നില്ലേ? നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ ഈ വേല ചെയ്യാം. മിഷൻ മന്ത്സിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടണം. നിങ്ങൾക്ക് എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നത്, നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് സംസാരിക്കുക. അതിനുള്ള ഡയറക്ഷൻസ് തരും. മിഷൻ മന്ത്സിൽ ഈ ദിവസങ്ങളിൽ ഈ സമാഹരിക്കുന്ന തുകകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കുവാൻ അതിനുവേണ്ടി നിങ്ങളേവരും പ്രാർത്ഥിക്കണം. മിഷൻ മന്ത്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. സ്വർഗീയവിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682.
വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ഈ പലർക്കും ഒരു ചിന്തയുണ്ട്, ഈ കൃപയുള്ളതുകൊണ്ട് മനുഷ്യനിപ്പം ആ ബലഹീനതയാണല്ലോ, ഇനിയിപ്പം പാപം ചെയ്യാമല്ലോ. പരിശുദ്ധാത്മാവിനെ തന്നത് പാപം ചെയ്യാനല്ല, നേരെ നടക്കാൻ മേല, ഞാൻ വീഴാൻ സാധ്യതയുണ്ടായിരുന്ന നിനക്ക് നീ പറഞ്ഞു എനിക്ക് നേരെ നടന്നാൽ കൊള്ളാവുന്നുണ്ട്, പറ്റുന്നില്ല, എൻ്റെ കാലിന് ബലമില്ല, ഞാൻ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവെന്ന വടി തന്നു. ആരിലും പറയോ ഇപ്പം വടി കിട്ടിയോണ്ട് സൗകര്യമുണ്ട് താഴോട്ട് വീഴാനെന്ന്? അന്ന് കൈകൊടുത്ത് പറഞ്ഞ കൃപ പാപം ചെയ്യാൻ തന്നതല്ല, പരിശുദ്ധാത്മാവിനെ തന്നത് പാപം ചെയ്യാനുള്ള സഹായിയായിട്ടല്ല, പാപത്തെ ജയിക്കാനുള്ള സഹായിയായിട്ടാണ്. ഓ, കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. പഴയ നിയമം നിങ്ങളുടെ കഴിവുകൊണ്ട് നന്നായിക്കൊള്ളാനാണ് പറയുന്നത്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. യേശുക്രിസ്തു എന്ന പ്രമാണം കുറച്ചുകൂടെ കട്ടിയായിട്ട് പറഞ്ഞു, മോഹിച്ചാൽ പാപം ചെയ്തു, സഹോദരനെ നിസ്സാരാന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്തു. നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടുമോ? അതാ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രമാണവും മോശമല്ല, നല്ലതാ. നല്ലതാ, മോശമേ അല്ല. പക്ഷേ എന്തോ ചെയ്യാനാ, ഞാൻ മോശമായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാറുണ്ട്, മോശ ഒരു സ്കാനിങ് സെൻറ്റർ നടത്തുന്നു. എന്തുവാ? മോശയുടെ അടുക്ക ചെന്നാൽ പ്രമാണം വെച്ചിട്ട് നിനക്ക് ഇന്ന കുറവുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സ്കാനിങ് സെൻറ്ററിൽ മരുന്ന് കിട്ടുകയല്ലെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? യേശു ഹീലിംഗ് സെൻറ്റർ തുറന്നു. ഈ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുമായിട്ട് അവിടെ ഒന്ന് എൻ്റെ സാറേ ഇതാണോ പ്രശ്നം, എൻ്റെ എല്ലാം ഇങ്ങനെയാണോ ഇരിക്കുന്നത്, ഒരു രക്ഷയില്ല, പെട്ടെന്ന് ഓടിക്കണം. അപ്പുറം ഹീലിംഗ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ നിനക്ക് കുറവാന്ന് പറയത്തില്ല, കുറവ് ഇങ്ങോട്ടൊന്ന് ട്രീറ്റ് ചെയ്യാവുന്ന എല്ലൊക്കെ റെഡിയാക്കാം, നിൻ്റെ കയ്യിലൊരു വടിയൊക്കെ ഇരിക്കട്ടെ, നിൻ്റെ കാല് നന്നായിട്ട് റെഡിയാക്കാം, നിന്നെ ഞാൻ നടത്തി വിടാം. വീഴാൻ സഹായിക്കുന്നവനല്ല യേശു, നടക്കാൻ സഹായിക്കുന്നവൻ. പാപം ചെയ്യാൻ സഹായിക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്, പാപം ചെയ്യാതെ ജീവിക്കാൻ സഹായിക്കുന്നവന്. ഓ, കരമടിച്ച് വായി തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചെല്ലിങ്ങനെ പറയും, ഞാൻ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനായി, നൗ ഐ ആം ഫ്രീ. ചില വിചാരം ഐ ആം ഫ്രീ ടു സിൻ എന്ന, ഇനിയിപ്പം പാപം ചെയ്യാൻ സ്വാതന്ത്ര്യമായി. നോ. കൈ കൊടുത്ത് പറഞ്ഞേ, പാപം ചെയ്യാൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല, ബന്ധനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറ. ഹലോ, പാപം ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമല്ല, ബന്ധനത്തിൻ്റെ അടയാളമാണ്. എന്നാൽ പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ വലിയ സ്വാതന്ത്ര്യം വേണം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ റജി ബ്രദർ എന്നോട് എന്താണെന്ന് ചോദിച്ചാൽ, തിരിച്ച് എൻ്റെ ജഡത്തിന് ഞാൻ അടിമയാണ്, എന്നിലെ പാപത്തിന് ഞാൻ അടിമയാണെങ്കിൽ, എന്നെ എടാന്ന് വിളിച്ചു, എന്തൊടാന്ന് ഞാൻ വിളിക്കും. ഐ ആം ബൗണ്ട് ടു സിൻ. പാപത്തിൻ്റെ ചങ്ങലയിലാണ് ഞാൻ. പാപം എന്നോട് പറയും, എടാ നിന്നെ എടാന്ന് വിളിച്ച് നീ വിട്ടുകൊടുക്കരുത്, എന്തടാന്ന് പറയും. പക്ഷെ ഞാനിപ്പോൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി പരിശുദ്ധാത്മാവിനായാൽ ഞാൻ പറയും, ബ്രദറെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞേ, പാപം ചെയ്യാതിരിക്കാനാണ് സ്വാതന്ത്ര്യം ആവശ്യം. ഞാനിപ്പോൾ പാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനായി, ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പിടിയിലായി. പൗലോസ് പറയണം, ഐ ആം ഫ്രീ ഫ്രം ലോ ബട്ട് ഐ ആം ബൗണ്ട് ബൈ ലവ്. എല്ലാവരും പറഞ്ഞേ, ഞാൻ ന്യായപ്രമാണത്തിൽ സ്വതന്ത്രനായി, പക്ഷെ കർത്താവിൻ്റെ സ്നേഹത്താൽ കെട്ടപ്പെട്ടു പോയി. എൻ്റെ കൈ കൊണ്ട് ഇപ്പോൾ എന്തും ചെയ്യാനൊക്കത്തില്ല, എനിക്ക് വേണ്ടാത്തത് നോക്കാനൊക്കത്തില്ല, പറയാനൊക്കത്തില്ല. പൗലോസ് പറയാം, ഞാൻ ആത്മാവിനാൽ ബന്ധിതനായി യെരുശലേമിലേക്ക് പോവുക. ഐ ആം എ സ്ലേവ് ഓഫ് ക്രൈസ്റ്റ്, ഐ ആം ബൗണ്ട് ബൈ ജീസസ്, ഐ ആം എ ബോണ്ട് സെർവൻറ്റ്. എൻ്റെ കാത് തുളയ്ക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ കൈ ഇനി തിന്മയിലേക്ക് പോകത്തില്ല. ഇതെൻ്റെ കഴിവുകൊണ്ടല്ല, എനിക്കൊരു ബീഡി വലിച്ചാൽ കൊള്ളാമെന്ന് തോന്നലിപ്പം വരുന്നില്ല, മദ്യപാനത്തിനുള്ള ആഗ്രഹം എനിക്ക് വരുന്നില്ല. എന്നിൽ വേറൊരാൾ വന്നിരിക്കുന്നു, എൻ്റെ അഴുക്ക് വാക്കെൻ്റെ നാവിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു, എന്നെ ഒരു പുതിയ വ്യക്തിയാക്കിയിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. പഴയ നിയമപ്രമാണത്തിൽ പ്രമാണം തന്നിട്ട് നീ ജീവിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം.
ഒരു സൈക്കിൾ എടുത്ത് തന്നിട്ട് വികലാംഗനോട് നീ ചവിട്ടിക്കോളാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. അതാണ് പഴയ നിയമം. എന്നാൽ പുതിയ നിയമം എന്താണെന്നറിയാമോ? നമ്മളുടെ ആ ബലഹീനത മാറ്റി നമ്മുടെ ഉള്ളിൽ യേശു കയറിയിരുന്ന് പരിശുദ്ധാത്മാവ് വന്നിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് നമ്മെ കൊണ്ട് ചെയ്യിക്കുക. അതുകൊണ്ടാണ് പഴയ നിയമം മുഴുവൻ നീ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കെന്നാണ്, നീ ചെയ്യുന്നാണ് യോഹന്നാൻ സ്നാപകൻ വരെ പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ഒന്ന് പറയാൻ നടക്കത്തില്ലെന്ന് പറയാം. വിശുദ്ധ ജീവിതം നയിക്കൽ നിങ്ങളെ കൊണ്ട് നടക്കത്തില്ല. അത് കർത്താവിന് നന്നായിട്ടറിയാം. എന്നിട്ട് എന്താ പറഞ്ഞു? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്തോത്രം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങളാരാ? കൊമ്പുകളാണ്. നിങ്ങൾ എന്നിൽ വസിച്ചാൽ മതി, നിങ്ങളിലൂടെ ഞാൻ വളരെ ഫലം കായ്ക്കും. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ പ്രവർത്തിക്കാനല്ല പറഞ്ഞ ആത്മാവിൻ്റെ ഫലം. ഉറക്കപ്പറ. സ്നേഹിക്കാനല്ല പറഞ്ഞ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. നമ്മൾ ആത്മാവിൽ അങ്ങ് നിറഞ്ഞാൽ മതി, നമ്മൾ യേശുവിനെ അങ്ങ് ഹൃദയം വിട്ടുകൊടുത്താൽ മതി. അതാ പൗലോസ് പറഞ്ഞ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിലോട്ടൊന്ന് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിലൊന്ന് നിറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാർ തന്നെ അത്ഭുതം, അയ്യോ ഈ വ്യക്തിക്ക് എങ്ങനെ ഈ മാറ്റം സംഭവിച്ചു? ഇന്നലെ വരെ അരിശപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി ദേണ്ട അരിശപ്പെടുന്നില്ല. ഇന്നലെ വരെ നിരാശയിലായിരുന്ന വ്യക്തി ഇപ്പോഴാണ്ട് പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നു. ഇന്നലെ വരെ ഒരു ചെറിയ വിഷയത്തിൽ താളടി പോലെ തളർന്ന വ്യക്തി ഇപ്പോൾ മറ്റുള്ളവരെയും കൂടെ ബലപ്പെടുത്തുന്ന വ്യക്തിയാക്കി. അപ്പോൾ നീ പറയും, ഇത് ഞാനല്ല, ഞാൻ മുന്തിരിവള്ളിയിൽ വസിക്കുന്നേ ഉള്ളൂ. ആ മുന്തിരി എന്നിൽ കൂടെ രസം പകർന്ന് ഞാൻ ഇതുവരെ കായ്ക്കാത്ത നല്ല ഫലം കായ്ക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഈ ആശ്രയം വിട്ടിട്ട് ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറയുന്നവൻ ഓട്ടോമാറ്റിക്കലി ശാപത്തിൻ്റെ കീഴിലാണ്. അതാ ഗലാത്യ സഭയോട് പറയുന്നത്, നിങ്ങൾ വീണ്ടും ന്യായപ്രമാണത്തിൽ സ്വന്തം കഴിവിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിൻ്റെ കീഴിലാണ്? ശാപത്തിന്. ദൈവം ശപിക്കുകയല്ല, മറിച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മുഴുവൻ നിവർത്തിക്കണം. ഒന്നിൽ തെറ്റിയാൽ മുഴുവൻ. സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. ഒന്ന് രണ്ട് പറഞ്ഞ് വലിയ മസിലും ഒക്കെ പിടിച്ചുകൊണ്ട് ചെന്നാൽ ഊന്നുവടി തരികയില്ലെന്ന് പറഞ്ഞ് നിനക്ക് തന്നെ പറ്റുമല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ തന്നെ എന്താവും? ചിലയിടത്തൊക്കെ 10 കാര്യത്തിൽ ഞാൻ നേരെ ആയിരിക്കും, 11ാമത്തേതിൽ ഞാൻ വീണു പോകും. അത് മുഴുവൻ അനുഷ്ഠിക്കാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ന്യായപ്രമാണം പറയുന്നു, അത് മുഴുവൻ. ഇന്ന് ഞാൻ ആവർത്തനം 28 പറയണം, നീ ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളും, എന്താ പറയുന്നത്? ഉറക്കപ്പറ. ആ വഴി പോവുകയാണെങ്കിൽ അത് മൊത്തം അനുഷ്ഠിച്ചോണം. സകല കൽപ്പനകളും കേട്ട് അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഒന്നിൽ തെറ്റിയാലോ ഈ ബാധയൊക്കെയും നിനക്ക് വരും എന്നാണ് പറഞ്ഞത് യഹൂദനോട്. വെറും 12 വാക്യങ്ങളിൽ അനുഗ്രഹമാണെങ്കിൽ തുടർന്ന് ഏകദേശം 60ഓളം വാക്യത്തിൽ ശാപമാണ്. ഈ അനുഗ്രഹിക്കപ്പെടുമെന്ന ആ യഹൂദൻ പറഞ്ഞു, ഞങ്ങളിതൊക്കെ ചെയ്തോളാമെന്ന് പറഞ്ഞു. യേശു വന്നപ്പോൾ ഈ ന്യായപ്രമാണം കിട്ടിയ യഹൂദൻ്റെ മക്കളെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണോ ശപിക്കപ്പെട്ടവരായിട്ടാണോ കണ്ടത്? നീ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കും. മറ്റ് ജാതികളുടെ കീഴിൽ നീ സേവിക്കേണ്ടി വരത്തില്ല. എന്നാൽ യേശു വന്നപ്പം കണ്ടത് മറ്റ് ജാതികളാൽ പിടിക്കപ്പെട്ടവരായി. വഴിയിരികു തോറും ഇരക്കുന്ന അബ്രഹാമിൻ്റെ സന്തതികൾ വല്ലതും തരണേ എന്ന് പറയുന്ന വലിയ കുടുംബശ്രേഷ്ഠത പറയുന്ന ആൾക്കാർ വഴിയിരികളിരുന്ന് തെണ്ടുന്നവരായി, കുഷ്ഠരോഗികളായി, കുടുംബങ്ങളിൽ ശാപമായി, കല്ലറകളിൽ പാർക്കുന്ന ഭൂതഗ്രസ്തരായി, പൈശാചിക ബാധകളായി, കുടുംബങ്ങൾ തകർന്ന നിലയിൽ. പാരമ്പര്യം പറയുന്നുണ്ട് സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ശാപത്തിന് കീഴിലായിപ്പോയി. എന്നാൽ അനുഗ്രഹ നിറവായ കർത്താവ് വന്ന് ആ കർത്താവിൻ്റെ അടുക്കലേക്ക് പറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് തൊട്ടവർ വിടുതലായി. തൊട്ടവർ വിടുതലായി. അവൻ തൊട്ടവരും അവനെ തൊട്ടവരും വിടുതലായി. അതുകൊണ്ട് ഇന്ന് രാത്രി പറ്റിയ തെറ്റുകൾ എത്ര ഭയങ്കരമായിക്കോട്ടെ, ലോകം നിന്നെ ദുഷിക്കും, കർത്താവിനറിയാം നിൻ്റെ ബലഹീനത കൊണ്ട് പറ്റിയത്. എൻ്റെ യേശുവേ എന്ന് വിളിക്കുന്ന നിമിഷം കൃപ അങ്ങോട്ട് ഒഴുകുകയാണ്, അനുഗ്രഹം അങ്ങോട്ട് ഒഴുകുകയാണ്. ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം അങ്ങോട്ട് ഒഴുകുക. ഇന്ന് രാത്രി എത്ര പേരും അത് പറയും, എനിക്ക് കൃപ മതി എന്ന് പറഞ്ഞവർ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശു ആ തൃശ്ശൂർ മീറ്റിംഗ് സ്ഥലത്ത് മാത്രമല്ല, നമ്മളിന്ന് കേട്ട ആ വചനം, അത്ഭുത സൗഖ്യം, വിടുതൽ നിങ്ങളുടെ തൊട്ട് സമീപം ഇപ്പോൾ അതേ യേശുവുണ്ട്. കർത്താവെ എന്നെ തൊടണമേ, ഞാൻ അസ്വസ്ഥതയിലാണ്, ഞാൻ വേദനയിലാണ് എന്ന് പറയുമ്പോൾ കർത്താവ് ആ വേദനയുടെ വാക്ക് മറികടക്കുന്നവനല്ല. നെഞ്ചിന് അതിവേദനയോടെ ഇരിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കണം, യേശു നിങ്ങളെ തൊടും. ചിലപ്പോൾ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് ഫലം കാണുന്നില്ലായിരിക്കും. ചികിത്സ തെറ്റാണെന്നല്ല, ദൈവവചനം ചികിത്സയ്ക്കെതിരുമല്ല. എന്നാൽ ഡോക്ടർമാർക്ക് കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരം നീളും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ദൈവത്തിന് വല്ലതും അസാധ്യമാണോ എന്ന്. കർത്താവെ, രോഗത്താൽ അതിഭയങ്കരമായി കഷ്ടപ്പെടുന്ന നിരവധി പേർ, വളരെ വേദനപ്പെടുന്നവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരം നീട്ടുന്നതിനായി സ്തോത്രം. ആ നെഞ്ചിന് വലിയ അതിവേദന എടുക്കുന്ന, നെഞ്ചിനകത്ത് പിടിച്ചു മുറുക്കുന്ന പോലെ തോന്നുന്ന എല്ലാ വേദനകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. ശരീരത്തിൽ ഈ വല്ലാതെ ഇരുണ്ടു പോകുന്ന, സാധാരണ നിറമുള്ള വ്യക്തി ചിലപ്പോൾ ഇരുണ്ടവർ തന്നെയായിരിക്കും, പക്ഷേ എന്തോ കരുവാളിക്കുന്ന പോലെ ശരീരം മുഴുവൻ വല്ലാത്ത നിറം മാറുന്ന ആരോ എന്നെ കേൾക്കുന്നു. ആ കർത്താവിൻ്റെ കരം ഈ നിമിഷം തന്നെ അവരെ തൊട്ട് അവിടുന്ന് പൂർണ്ണ സൗഖ്യമാക്കണം. കർത്താവെ, ഞങ്ങൾ വായിക്കുന്നു, അങ്ങ് കുഷ്ഠരോഗികളെ തൊട്ടപ്പോൾ അവർ സൗഖ്യമായി. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം പുലരണം. യേശു കർത്താവാണെന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിടുതലുകൾ ഈ നമ്പറിൽ അറിയിക്കണം. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, യേശു കർത്താവ് ആരുടെയും, ഒരു വിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് ആരുടെയും അല്ല, ലോക മാനവ ജാതിക്ക് വേണ്ടി ദൈവം തന്ന രക്ഷയാണ് ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. നിങ്ങളുടെ സമീപമുണ്ട്. ആ യേശുവിനൊന്ന് ഹൃദയം വിട്ടുകൊടുത്താൽ നമ്മൾ രൂപാന്തരപ്പെടും. നമുക്ക് പ്രത്യാശ ഉണ്ടാകും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉറപ്പുണ്ടാകും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. തോമസ് ഊട്ടി ബ്രദർ UK-യിൽ ശുശ്രൂഷിക്കുന്നു. മദർവെൽ, ഗ്ലാസ്ഗോ, ജൂൺ 14 ഞായർ. തോമസ് ഊട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. തോമസ് ഊട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ് ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെൻറ്റർ, എൽമോണ്ട്, ക്യൂൻസ്. ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെൻറ്റർ, എൽമോണ്ട്, ക്യൂൻസ്. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।